നെക്സ്റ്റ് കാർഡിയാക് സർജറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡിയാക് സർജറിയാണ് CABG, കൊറോണറി ആർട്ടേറിയൽ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. കൊറോണറി ആർട്ടറിയത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്ത് വേറെ നമ്മുടെ ശരീരത്തിലുള്ള ആർട്ടറിയത്തിലോട്ടോ വെയിനിലോട്ടോ കണക്ട് ചെയ്യുന്നു. കോമൺ ആയി ഗ്രാഫ് ചെയ്യാറുള്ളത് സഫൻസീവ് വെയിൻ, ഇന്റേണൽ മാമറി ആർട്ടറി അല്ലെങ്കിൽ അതർ ആർട്ടറീസ് യൂസ് ചെയ്യാറുണ്ട് ബൈപ്പാസ് ചെയ്യുവാനായിട്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോട് പോസിറ്റീവായി റെസ്പോൺസ് ചെയ്യാത്ത പേഷ്യൻസിനാണ് CABG ചെയ്യുന്നത്. ബിക്കോസ് ഇതൊരു മാസീവ് ആയിട്ടുള്ള സർജറിയാണ്. പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേഷ്യൻസിന് ഇൻറ്റൻസീവ് കെയർ ആവശ്യമാണ്. പ്രീ ഓപ്പറേറ്റീവ് കെയർ എന്തെന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായി സർജറി കെയറിനെ കുറിച്ചും പ്രൊസീജിയേഴ്സിനെ കുറിച്ചും പേഷ്യൻസിനും അതുപോലെ തന്നെ ഫാമിലിക്കും അവയർനെസ് നൽകുക. അവർക്ക് പെട്ടെന്നൊരു ആൻസൈറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പേഷ്യൻസിനോട് നമ്മൾ പറയണം ദർ ഇസ് എ ചാൻസ് ഓഫ് ഇൻസിഷൻ, ഡ്രൈനേജസ്, ഫോളിക് കാത്തറൈറ്റ്സ്, പിന്നെ IV ലൈൻസ്, ഇൻസിഷൻ ഇൻ ലങ്സ് ആൻഡ് ഹേർട്ട്. സോ ഇതിനെക്കുറിച്ചൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യണം. പിന്നെ മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ് അതുമായി കോപ്പപ്പ് ചെയ്യാനായിട്ട് പേഷ്യൻസിനോട് ഇൻസ്ട്രക്ട് ചെയ്യണം. പേഷ്യൻസിന് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സോ പേഷ്യൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ഓൾസോ എഡ്യൂക്കേറ്റ് ദ പേഷ്യൻറ്റ് അബൌട്ട് ചെസ്റ്റ് പെയിൻ, കഫിങ് ആൻഡ് ഡീപ് ബ്രീത്തിങ്. അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ് നമ്മൾ വിത്ത്ഹെൽഡ് ചെയ്യാറുണ്ട്. സർജറിക്ക് മുമ്പായിട്ട് ഡയറക്ട്സ് നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യാറുണ്ട്. ബിഫോർ 2 to 3 days. ആസ്പിറിൻ ആൻഡ് ആൻറ്റികോഗുലൻസ് സർജറി 1 week ബിഫോർ വിത്ത്ഹോൾഡ് ചെയ്യാറുണ്ട്. സോ പേഷ്യൻസിന് അതിനെക്കുറിച്ചൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കണം. അവർക്കുള്ള ഒരു ആൻസൈറ്റി, അവരുടെ ഫിയറിനെ കുറിച്ചൊക്കെയും ഓപ്പണായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കണം. അപ്പോൾ ഹെൽത്തി എൻവയോൺമെൻ്റ് ആയിട്ട് പ്രൊസീജിയറിലേക്ക് സ്മൂത്തായി പോകാനായിട്ട് സാധിക്കും. പോസ്റ്റ് ഇൻറ്റൻസീവ് കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് പേഷ്യൻസിന് ഇൻറ്റൻസീവ് കെയർ വേണം 6 to 8 hour കൊടുക്കുവാനായിട്ട്. ഓക്കെ, ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എപ്പോഴും മോണിറ്റർ ചെയ്തിരിക്കണം. യൂറിനറി ഔട്ട്പുട്ട്, ആർട്ടറിയൽ പ്രഷർ, കാർഡിയാക് റിതംസ് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. ഇൻറ്റൻസീവ് കെയറിലുള്ള എല്ലാ കെയറും പേഷ്യൻസിന് ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് 6 to 12 hours. മോണിറ്ററൈസിങ് ദ ചെസ്റ്റ് ട്യൂബ് ഫങ്ഷനിങ്, പിന്നെ ചെസ്റ്റ് ട്യൂബ് ഡ്രൈനേജ് 150 ml/hour. പിന്നെ നെക്സ്റ്റ് എൻഡോമാലിക് ബേസിക് ബയോസ് ഉള്ളതുകൊണ്ട് അത് പ്രോപ്പറായി ഗ്രൗണ്ട് ചെയ്തിരിക്കണം. ഹൈപ്പർ ടെൻഷൻ കാരണം ബ്ലീഡിംഗ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തിരിക്കണം. പൊട്ടാസ്യം ഇലക്ട്രോവെയിൻസായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ബിക്കോസ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഡിസ്ഹെർമിയാസ്. മോണിറ്റർ ദ കാർഡിയാക് ടെൻഡനൈറ്റ്സ് സിംറ്റംസ്. നേരത്തെ റെഫ്യൂസ് എമൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈനേജ് സഡൻ ആയിട്ടുള്ള സ്റ്റോപ്പേജ് ജുഗുലർ വെയിൻസിനെ ഡിസ്ട്രാക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ചാൻസ് ഓഫ് ഇംബാലൻസ് ബിറ്റ്വീൻ ബ്രൈറ്റ് ആർട്ടീരിയൽ പ്രഷർ ആൻഡ് പൾമിനറി ആർട്ടീരിയൽ പ്രഷർ. ഇതൊക്കെയുമാണ് എമർജൻസി സിറ്റുവേഷൻ. മോണിറ്ററിങ് ദ പെയിൻ ആൻഡ് സ്റ്റെർണോട്ടമി പെയിനും എജൈന പെയിനും വ്യത്യാസപ്പെടുത്തണം. ഇതൊക്കെയാണ് ഇൻറ്റൻസീവ് കെയറിൽ വരുന്നത്. ഇൻറ്റൻസീവ് കെയറിൽ നിന്നും വാർഡിലേക്ക് വരുമ്പോൾ മോണിറ്ററൈസിംഗ് ആണ് ആവശ്യം. മോണിറ്റർ ഓഫ് വൈറ്റൽ സൈൻസ്, പിന്നെ റെസ്പിറേറ്ററി സ്റ്റാറ്റസ്, സെക്രീഷൻ്റെ അളവ് മോണിറ്റർ ചെയ്തിരിക്കണം. കഫ് ആൻഡ് ഡീപ്പ് ബ്രീത്ത് മോണിറ്റർ ചെയ്തിരിക്കണം. ഹൈഡ്രേഷൻ മോണിറ്റർ ചെയ്തിരിക്കണം. ചെസ്റ്റ് ഇൻഫെക്ഷൻ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെന്താണ്, ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ മോണിറ്റർ ചെയ്തിരിക്കണം. മോണിറ്റർ ദ പോസ്റ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ, ഫാറ്റിക്, ഇതൊക്കെ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്തിരിക്കണം. വെൻ 10 to 20 mm/HGL കുറവാണെങ്കിൽ എഡ്യൂക്കേറ്റ് റെസ്റ്റ് കൊടുത്തിരിക്കണം. മാത്രമല്ല ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് പേഷ്യൻസിനെ ഇൻഫോം ചെയ്യണം. ഇൻ ഹോം കെയർ ആക്ടിവിറ്റീസ് ലൈക്ക് പുഷിങ് ആൻഡ് പുള്ളിങ് റെസ്ട്രിക്റ്റ് ചെയ്യുക. കറക്റ്റായിട്ടുള്ള ഫോളോഅപ്പിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. പിന്നെ ഇൻസിഷൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് 6 to 8 weeks എടുക്കും. സോ ആ സമയത്ത് പേഷ്യൻസിന് എക്സ്ട്രാ കെയർ കൊടുത്തിരിക്കണം. എന്തെങ്കിലും റെഡ്നെസ്, സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെയും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പേഷ്യൻസിനെ ഇൻസ്ട്രക്ട് ചെയ്യണം. അബൌട്ട് ദ യൂസ് ഓഫ് ഹീൽസ് ക്രോസിംഗ് ലെഗ്സ്. അതുപോലെ തന്നെ സോൾട്ട് ലെവല്, കൊളസ്ട്രോൾ ലെവല് ബാലൻസ് ലെവൽ ആയിരിക്കണം.
ഇത്രയൊക്കെയാണ് ഹോം കെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കാർഡിയാക് സർജറി ചെയ്യുന്ന കാര്യമാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. അതായത് ഒരാളുടെ ഹാർട്ട് മറ്റൊരാൾക്ക് വെക്കുന്നു. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഇൻഡിവിജ്വൽ വിത്തിൻ എ കമ്പാരറ്റബിൾ ബോഡി വെയ്റ്റ്, ഓൾസോ ABO ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പ്ലാന്റഡ് ടു ദി റിസീവർ വിത്ത് എ 6 hours. ആർട്ടേറിയ റിമെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള 2 PVLs കാണാൻ സാധ്യതയുണ്ട്. സോ ദർ ആർ എ ചാൻസ് ഓഫ് ഗ്രാഫ്റ്റ് റിജക്ഷൻ. സോ ദ സിംറ്റംസ് ആർ ഹൈപ്പോടെൻഷൻ, പിന്നെ ഡയറിതമിയാസ് ഉണ്ടാകും. അപ്പോൾ ഇത്രയും സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റഡ് ഹാർട്ട് റിജക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പീസ് പേഷ്യൻസിന് എടുക്കേണ്ടതായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ റെഗുലർ ഇൻ്റർവെൽസിൽ കാർഡിയാക് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാർഡിയാക് സർജറിയിൽ പഠിക്കാനുള്ളത്.